യഥോ ധർമ്മസ്തോ ജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. തുടർന്ന് വരുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു നിർത്തിയത് ശാപം ലഭിച്ച പാണ്ഡുമഹാരാജാവിന് തന്നിൽ നിന്ന് പുത്രന്മാർ ലഭിക്കാൻ സാധ്യതയില്ല എന്ന് അറിയാവുന്നതിനാൽ ഏത് വിധേനയും തനിക്ക് പുത്രന്മാരുണ്ടാവണം എന്ന ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നതിനാലും തൻ്റെ പ്രഥമ ഭക്തിയായ കുന്തിദേവിയോട് ഏത് വിധേനയും തനിക്ക് പുത്രന്മാർ വേണമെന്നും അതിന് മുൻകാലങ്ങളിൽ രാജപരമ്പരകൾ ശ്രേഷ്ഠ വ്യക്തികളിൽ നിന്ന് പുത്രന്മാരെ നേടിയ സംഭവങ്ങൾ പലതും പറഞ്ഞ് കുന്തിയെ പ്രേരിപ്പിക്കുകയും അപ്രകാരം നമുക്കും പുത്രന്മാർ നേടാം എന്ന് കുന്തിയോട് പറയുന്നതും, എന്നാൽ പാണ്ഡുമഹാരാജാവിൽ നിന്നല്ലാത്ത പുത്രന്മാർ നേടുന്നതിൽ തനിക്ക് താല്പര്യമില്ല എന്ന് കുന്തിദേവി പാണ്ഡുവിനെ അറിയിക്കുന്നതും, അവസാനം പാണ്ഡുമഹാരാജാവിൻ്റെ നിർബന്ധം സഹിക്കവയ്യാതെ കുന്തിദേവി തനിക്ക് കൗമാരപ്രായത്തിൽ കുന്തിഭോജൻ്റെ കൊട്ടാരത്തിൽ വെച്ച് ദുർവാസാവ് മഹർഷി നൽകിയ വരവും മന്ത്രസിദ്ധിയും പാണ്ഡുമഹാരാജാവിന് വെളിപ്പെടുത്തി കൊടുക്കുകയും ഇത് കേട്ട് സന്തോഷിച്ച പാണ്ഡുമഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം വിവിധ ദേവന്മാരിൽ നിന്ന് കുന്തിദേവി പുത്രന്മാരെ നേടുന്നതും കുന്തിദേവിയുടെ സഹായത്താൽ തന്നെ മാദ്രി അശ്വിനി ദേവന്മാരിൽ നിന്ന് ഒരുമിച്ച് 2 പുത്രന്മാരെ നേടുന്നതുമായ സംഭവങ്ങളും, തുടർന്ന് ഹസ്തനപുരി കൊട്ടാരത്തിൽ ഗാന്ധാരി 2 വർഷം ഗർഭം പേറി നടന്നിട്ടും ലഭിച്ചത് ഒരു മാംസപിണ്ഡമായിരിക്കുകയും ഈ മാംസപിണ്ഡത്തെ വ്യാസമഹർഷിയുടെ നിർദ്ദേശപ്രകാരം 100 കഷ്ണങ്ങളാക്കി 100 സ്വർണ്ണക്കുടങ്ങളിൽ നെയ് നിറച്ച് അതിലടച്ചു വയ്ക്കുകയും അതിൽ നിറയ്ക്കുന്ന സമയത്ത് കയ്യിൽ അവശേഷിച്ച അല്പ മാംസാംശത്തെ മറ്റൊരു കുടത്തിലും നെയ് നിറച്ച് അടച്ചു വയ്ക്കുകയും ചെയ്ത് ഹസ്തനപുരി കൊട്ടാരത്തിൽ 100 പുത്രന്മാരും 1 പുത്രിയും ലഭിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. ജ്യോത്സ്യനെ വരുത്തി ഹസ്തനപുരി കൊട്ടാരത്തിൽ പുത്രന്മാരുടെ ജാതകം നോക്കുന്ന സമയത്ത് ശ്രേഷ്ഠന്മാരായ പല ജ്ഞാനികളും മൂത്തപുത്രനായ ദുര്യോധനൻ്റെ ജനനം വളരെ ദുർനിമിത്തങ്ങളോടുകൂടി ആയതുകൊണ്ട് അവനെ ഉപേക്ഷിച്ച് കളയാൻ ധൃതരാഷ്ട്രരോട് നിർദ്ദേശിക്കുന്നതും, എന്നാൽ അതിന് ധൃതരാഷ്ട്രൻ സമ്മതിക്കാതിരിക്കുന്നതുമായ ഭാഗവും കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു. എന്നാൽ ആ ശ്രേഷ്ഠ ജ്യോതിഷികളുടെ സാന്നിധ്യത്തിൽ തന്നെ 100 പുത്രന്മാരിൽ മൂത്തവന് ദുര്യോധനൻ എന്ന് പേരിടുകയും പിൽക്കാലത്ത് ദുര്യോധനെ സുയോധനൻ എന്ന പേരിൽ കൂടെ അറിയപ്പെടുകയും ദുര്യോധനൻ്റെ ഇളയവരായ രണ്ടാമത്തവന് ദുശാസനൻ എന്നും തുടർന്ന് ദുർമുഖൻ, ജലസന്ധൻ, സഹൻ, സാംബൻ, ബിന്ദൻ, ദുഷ്പ്രഹസനൻ, ദുഷ്കർണൻ, വികർണൻ, ദുഷ്പ്രഹസനൻ തുടങ്ങിയ പേരുകൾ 100 പേർക്ക് നൽകുകയും 101ാമതായി ലഭിച്ച പുത്രിക്ക് ദുഷള എന്ന് പേര് നൽകുകയും ചെയ്തു. ഇനി ധൃതരാഷ്ട്ര മഹാരാജാവിനെ കണ്ണുകൾ കാണാതിരുന്നതിനാൽ എപ്പോഴും പരിചരിച്ചു കൊണ്ടിരുന്ന ഗാന്ധാരി ഗർഭകാലത്ത് തൻ്റെ ഭർത്താവിനെ വേണ്ടുന്ന വണ്ണം പരിചരിക്കാൻ കഴിയാത്തതിനാൽ തൻ്റെ വിശ്വസ്തയായ തോഴിയും വൈശ്യസ്ത്രീയുമായ ഒരു സ്ത്രീയെ ധൃതരാഷ്ട്രരുടെ സംരക്ഷണത്തിന് ചുമതലപ്പെടുത്തുകയും ഈ 2 വർഷം ധൃതരാഷ്ട്രരെ സംരക്ഷിക്കുന്ന സമയത്ത് ആ സ്ത്രീ ഒരു പുത്രന് ജന്മം നൽകുകയും ചെയ്തു. ഈ പുത്രന് യുയുത്സു എന്ന് നാമകരണം ചെയ്യൂ.
ഈ യുയുത്സു കൗരവരോടൊപ്പം ആണ് ഹസ്തിനപുരി കൊട്ടാരത്തിൽ വളർന്നതെങ്കിലും 100 പുത്രന്മാരുണ്ടായിരുന്ന ധൃതരാഷ്ട്രരെ എപ്പോഴും കൂടെ നടന്ന് കണ്ണുകൾ കാണാത്തതിനാൽ പരിചരിച്ചിരുന്നത് ഈ യുയുത്സു ആയിരുന്നു. യുയുത്സു പിൽക്കാലത്ത് പാണ്ഡവ കൗരവ യുദ്ധം നടന്ന സമയത്ത് കൗരവപക്ഷത്ത് നിന്ന് പാണ്ഡവപക്ഷത്ത് ചേർന്ന് പ്രശസ്തനാവുകയും ചെയ്തു യുയുത്സു. എന്തായാലും ആ കഥ യുദ്ധകാലത്തൊക്കെ വളരെ വിശദമായി പറയാനുള്ളതിനാൽ ഇപ്പോൾ തുടരുന്നില്ല. എന്തായാലും ശതശൃംഗത്തിൽ താമസിക്കുകയായിരുന്ന പാണ്ഡുവും കുന്തിയും ഒക്കെ ഹസ്തിനപുരി കൊട്ടാരത്തിൽ തൻ്റെ ജ്യേഷ്ഠന് 100 പുത്രന്മാർ ലഭിച്ചു എന്നറിഞ്ഞ് വളരെയധികം സന്തോഷിക്കുകയും ആ സന്തോഷം ഇത്രയധികം ഉണ്ടാകുന്നതിന് പ്രത്യേക കാരണം തന്നെയുണ്ട്. വളരെ നാളുകളായി ഹസ്തിനപുരി കൊട്ടാരത്തിൽ സന്തതി പരമ്പരകൾ വളരെ കുറഞ്ഞിരിക്കുകയും സന്തതികൾ ലഭിക്കുന്നതിന് മറ്റ് പല മാർഗങ്ങളും സ്വീകരിക്കേണ്ടി വരികയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ സന്തതി ദൗർബല്യം നികത്തി ഇത്രമാത്രം പുത്രന്മാർ ഹസ്തിനപുരി കൊട്ടാരത്തിൽ ഒരുമിച്ചുണ്ടായി എന്നറിഞ്ഞപ്പോൾ പാണ്ഡു മഹാരാജാവിന് വളരെയധികം സന്തോഷമുണ്ടായി. എന്തായാലും വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. ഒരു വസന്തകാലം അങ്ങനെ വരവായി. ഒരു ദിവസം പാണ്ഡു മഹാരാജാവും രണ്ടാം ഭാര്യയായ മാദ്രിയും ശൃംഗ ആശ്രമത്തിൽ നിന്ന് വനത്തിലേക്ക് അങ്ങനെ ഇറങ്ങി നടക്കുകയും വനഭംഗികൾ കണ്ട് ആസ്വദിച്ചങ്ങനെ നടക്കുന്ന സമയത്ത് വസന്തകാലമായിരുന്നതിനാൽ വളരെയധികം പുഷ്പങ്ങൾ അങ്ങനെ വിടർന്നു നിൽക്കുകയും ആ പുഷ്പങ്ങളിൽ നിന്ന് പരിമളം അന്തരീക്ഷത്തിൽ മൊത്തം നിറഞ്ഞു നിൽക്കുകയും ആ പരിമളം കേട്ട് കൊണ്ടാകണം അനേകം പക്ഷികൾ വളരെ മനോഹരമായ രീതിയിൽ ശബ്ദിക്കുകയും തടാകങ്ങളിലെ ഓളങ്ങളും ആ കാനനത്തിലെ കാനന ഭംഗിയും ഒക്കെ കൂടെ ആയപ്പോൾ എന്തുകൊണ്ടോ വർഷങ്ങളായി ശാപത്താൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പാണ്ഡു മഹാരാജാവിൻ്റെ വിചാരങ്ങൾ ഉണരുകയും ഏതാനും നിമിഷങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആ ശാപം അദ്ദേഹം തന്നെ മറന്നു പോവുകയും എന്തുകൊണ്ടോ വിധി എന്നതുപോലെ ഈ സമയത്ത് കാമദേവൻ്റെ കാമബാണമേറ്റ് പാണ്ഡു മഹാരാജാവിന് സ്ഥലകാലബോധം തന്നെ നഷ്ടപ്പെടുകയും കൂടെയുണ്ടായിരുന്ന മാദ്രിയെ പ്രാപിക്കുന്നതിലേക്ക് വേണ്ടി ശ്രമം നടത്തുകയും ചെയ്തു. എന്നാൽ തൻ്റെ കാന്തന് ഈ ശാപം നിലവിലുണ്ടെന്നും ഒരു കാരണവശാലും ഇതിന് അനുവദിക്കാൻ പാടില്ല എന്ന് അറിയാമായിരുന്ന മാദ്രി മഹാരാജാവിനെ അതിൽ നിന്ന് പൂർണ്ണമായി നിരുത്സാഹപ്പെടുത്താൻ പരമാവധി ശ്രമം നടത്തിയെങ്കിലും ആ ശ്രമം വിജയിച്ചില്ല എന്ന് മാത്രമല്ല, കാലം കരുതി വച്ചിരുന്ന പാണ്ഡു മഹാരാജാവിൻ്റെ ആയുസ് തീർന്നിരിക്കാൻ ആയിരിക്കും സാധ്യത. എന്തായാലും സർവ്വതും മറന്ന്, ശാപവും മറന്ന്, ജീവിതവും മറന്ന് ആ സമയത്തുണ്ടായ ആ വികാരത്തള്ളലിൽ പാണ്ഡു മഹാരാജാവ് മാദ്രിയുമായി ബലമായി തന്നെ വീഴ്ച നടത്തി എന്ന് പറയുന്നതാണ് സത്യം. നിമിഷങ്ങൾ കഴിഞ്ഞില്ല, പാണ്ഡു മഹാരാജാവ് ചേഷ്ടനായി വീഴുകയാണ് ഉണ്ടായത്. എന്തിനേറെ പാണ്ഡു മഹാരാജാവിൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോവുകയും
ശരീരം ശവമായി മാറുകയും ചെയ്തു. തൻ്റെ പ്രിയ കാന്തനെ ചേതനയേറ്റ ശരീരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാദ്രി അധിക നേരം പൊട്ടിക്കരഞ്ഞു. അവസാനം ചേതനയേറ്റ ആ ശരീരത്തെ ആ കാനനത്തിൽ കിടത്തി മാദ്രി ശതസംഘ ആശ്രമത്തിലേക്ക് ഓടുകയും അവിടെ ചെന്ന് ജ്യേഷ്ഠത്തിയായ കുന്തിദേവിയോട് ഈ വിവരം അറിയിക്കുകയും ഇത് കേട്ട് തൻ്റെ പ്രിയതമൻ നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ കഴിയാതെ ആ ഭാഗത്തേക്ക് ഓടിയ കുന്തിദേവി അതറിഞ്ഞ് ശതസംഘ ആശ്രമത്തിലുള്ള മുനിവര്യന്മാരും ശിഷ്യന്മാരുമൊക്കെ പുറകെ ഓടുകയും കാനനത്തിൽ വന്ന് ഇങ്ങനെ പാണ്ഡു മഹാരാജാവിൻ്റെ ആ ചൈതന്യമറ്റ ശരീരത്തെ കാണുകയും ചെയ്തു. എന്തായാലും നിമിഷങ്ങൾ വീണ്ടും കടന്നുപോയി. ആ കാനനത്തിൽ വെച്ച് തന്നെ പാണ്ഡു മഹാരാജാവിനെ സംസ്കരിക്കാം എന്ന് തീരുമാനിച്ച് ഏതാനും ഋഷിവര്യന്മാരും ശിഷ്യന്മാരും ചേർന്ന് ചിതയുണ്ടാക്കുകയും വിറകുകൾ ശേഖരിച്ച് ചിത ഒരുക്കി പാണ്ഡു മഹാരാജാവിൻ്റെ ആ ശരീരത്തെ ആ ചിതയിലേക്ക് വയ്ക്കുകയും ചെയ്തു. ഈ സമയത്ത് തൻ്റെ പ്രിയതമനോടൊപ്പം താനും യാത്രയാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കുന്തിദേവി ആദ്യം മുന്നോട്ട് വരികയും എന്നാൽ കുന്തിദേവിയെ തടുത്തുകൊണ്ട് മാദ്രി ഇപ്രകാരം പറഞ്ഞു: പ്രിയ ജ്യേഷ്ഠത്തി, നമുക്ക് 5 കുഞ്ഞുങ്ങളുണ്ട്. അവയെ സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട്. ആ 5 കുഞ്ഞുങ്ങളെയും ഒരു കൈയിലെ 5 വിരലുകളായി തുല്യമായി കാണാനുള്ള ആ സമഭാവന എന്നെക്കാൾ കൂടുതലുള്ളത് ജ്യേഷ്ഠത്തി അമ്മയ്ക്കാണ്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി ജ്യേഷ്ഠത്തി അമ്മ ഈ ഭൂമുഖത്ത് ഇനിയും ജീവിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ വളരെയധികം നിർബന്ധിച്ചിട്ടും അത് അനുസരിക്കാതെ എൻ്റെ പ്രിയതമൻ വേർപെടുന്നതിന് ഞാൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാനും പങ്കാളിയായതിനാൽ അദ്ദേഹത്തോടൊപ്പം ഞാനിതാ യാത്ര ചെയ്യാം, അതാണ് ശരി എന്ന് പറയുകയും മാദ്രി ആ ചിതയിലേക്ക് എടുത്തു ചാടുകയും ചെയ്തു. അങ്ങനെ ശതശൃംഗ ആശ്രമത്തിലെ ഋഷിവര്യന്മാരുടെയും ശിഷ്യന്മാരുടെയും കുന്തിദേവിയുടെയും ബാലന്മാരായ പുത്രന്മാരും നോക്കി നിൽക്കെ ആത്മാവ് വേർപെട്ട പാണ്ഡു മഹാരാജാവിൻ്റെ ശരീരവും ആത്മാവോടൊപ്പം തന്നെ അഗ്നിയിൽ ചാടിയ മാദ്രിയുടെ ശരീരവും ബന്ധു വെണ്ണീറാവുകയും അന്ന് ആശ്രമത്തിലേക്ക് തിരിച്ചുപോയ അവർ പിറ്റേ ദിവസം രാവിലെ എത്തി 2 പേരുടെയും ശവങ്ങളെരിഞ്ഞ ആ അംശങ്ങളെല്ലാം ഒരു പേടകത്തിൽ നിറയ്ക്കുകയും അവയും കൊണ്ട് ആദ്യം ആശ്രമത്തിലെത്തുകയും അതിനുശേഷം ആശ്രമവാസികളായ ഋഷിവര്യന്മാർ ഇനിയും കുന്തിദേവിയെയും പുത്രന്മാരെയും ആശ്രമത്തിൽ തന്നെ ജീവിപ്പിക്കുന്നത് ശരിയല്ലെന്നും ഹസ്തിനപുരി കൊട്ടാരത്തിൽ വളരേണ്ട ഈ ഉണ്ണികളെ എത്രയും പെട്ടെന്ന് ഹസ്തിനപുരി കൊട്ടാരത്തിൽ എത്തിക്കേണ്ട ബാധ്യത നമുക്കുള്ളതാണെന്നും തീരുമാനിച്ച് ആ ഋഷിവര്യന്മാരും ശിഷ്യന്മാരും കുന്തിദേവിയെയും പുത്രന്മാരെയും കൂട്ടി പാണ്ഡുവിൻ്റെയും മാദ്രിയുടെയും ചിതാഭസ്മവുമായി ഹസ്തിനപുരി കൊട്ടാരത്തിലെത്തി. ശതശൃംഗത്തിൽ നിന്ന് ശ്രേഷ്ഠ ഋഷിവര്യന്മാരും ശിഷ്യന്മാരും കൊട്ടാരത്തിലെത്തിയ വിവരമറിഞ്ഞ് അവരെ ആദരപൂർവ്വം സ്വീകരിക്കാൻ ഭീഷ്മനും വിതുരനും ഒക്കെ എത്തുകയും അവരുടെ സ്വീകരിച്ചിരുത്തിയ കഴിഞ്ഞപ്പോൾ പാണ്ഡുവിനും മാദ്രിക്കുമുണ്ടായ സംഭവങ്ങളെല്ലാം അവരെ വിവരിച്ച് കേൾപ്പിക്കുകയും എന്നാൽ വളരെ ജ്ഞാനികളായ ഭീഷ്മനും വിതുരനും പോലും പാണ്ഡുവിൻ്റെ നിര്യാണത്തിൽ പൊട്ടിക്കരഞ്ഞു പോവുകയും ഇതറിഞ്ഞ് ധൃതരാഷ്ട്രരും ഗാന്ധാരിയും അതീവമായി വിലപിക്കുകയും ഈ വിവരമറിഞ്ഞ പാണ്ഡുവിൻ്റെ മാതാവായ അംബാലിക മാറത്തടിച്ച് സ്വപുത്രനെ വിളിച്ച്
നിലവിളിക്കുകയും ആ വിവരമറിഞ്ഞ പാണ്ഡുവിൻ്റെ മുത്തശ്ശിയായ സത്യവതി ബോധരഹിതയായി നിലംപതിക്കുകയും ചെയ്തു. എന്തായാലും തൽക്കാലം നടന്ന സംഭവ വികാസങ്ങൾക്ക് ശേഷം അല്പം ശാന്തമായതിനു ശേഷം ശ്രേഷ്ഠന്മാരുടെ നിർദ്ദേശപ്രകാരം ഗംഗാനദിയുടെ തീരത്തുള്ള ശ്മശാനത്തിൽ പാണ്ഡുവിൻ്റെയും മാദ്രിയുടെയും ശവശരീരാംശങ്ങൾ വിധിപ്രകാരം വീണ്ടും സംസ്കരിക്കുകയും ബാലന്മാരായ പാണ്ഡുപുത്രന്മാരെ കൊണ്ട് ഉദകക്രിയകൾ വഴിയാമണ്ണം നടത്തിക്കുകയും പാണ്ഡുപുത്രന്മാരും പാണ്ഡുബന്ധുക്കളും 12 ദിവസം പുലാചരണത്തിൻ്റെ ഭാഗമായി വെറും നിലത്ത് കിടന്ന് വഴിയാമണ്ണം പുല ആചരിക്കുകയും ഒക്കെ ചെയ്തു. ഇതിനു മുമ്പ് തന്നെ പാണ്ഡുവിൻ്റെ മരണവിവരം അറിഞ്ഞ് യഥാർത്ഥ പാണ്ഡുവിൻ്റെ പിതാവായ ശ്രേഷ്ഠ ഋഷിവര്യൻ അവിടെ വ്യാസമഹർഷി ഹസ്തിനപുരി കൊട്ടാരത്തിലെത്തുകയും എല്ലാ വിവരങ്ങളും വിശദമായി അറിഞ്ഞതിന് ശേഷം മാതാവിനെ കാണുന്നതിലേക്ക് വേണ്ടി അടുത്ത് പോവുകയും ആ സമയവും വളരെ വ്യസനത്തോടു കൂടി കിടക്കുകയായിരുന്ന മാതാവിനെ വിളിച്ച് വ്യാസൻ ഇപ്രകാരം പറഞ്ഞു: മാതേ, കാലഗതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ ഈ ഹസ്തിനപുരി കൊട്ടാരത്തിലും ഹസ്തിനപുരി രാജ്യത്തിലും നടന്ന സംഭവ വികാസങ്ങളായിരിക്കില്ല നാളെ മുതൽ നടക്കാൻ പോകുന്നത്. ഉണ്ണികളാണെങ്കിലും ഇവർ കുരുവംശത്തിൽ വളർന്നു വരുന്ന പാണ്ഡവ കൗരവരെന്നറിയപ്പെടുന്ന ഈ ഉണ്ണികളിൽ നിന്ന് വളരെയധികം അധർമ്മങ്ങൾ കാണാനിടയാകും. അതൊന്നും കാണാൻ നിൽക്കാതെ മാതാവ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നതാണ് ഉചിതം. ഇത് കേട്ടുകഴിഞ്ഞ സത്യവതി സ്വപുത്രനോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പുത്രൻ തന്നെ പറഞ്ഞാലും. ആ സമയത്ത് വ്യാസൻ പറഞ്ഞു, മാതേ, അമ്മ വനത്തിൽ പോയി തപസ്സനുഷ്ഠിക്കുക. ശിഷ്ടകാലം ഇനി തപസ്സോടുകൂടി വനത്തിൽ തന്നെ കഴിയുക എന്ന്. ഇത് കേട്ടുകഴിഞ്ഞ സത്യവതി അത് ശരിയാണെന്ന് തോന്നുകയും കാനനത്തിലേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. അതറിഞ്ഞുകൊണ്ട് പുത്രഭാര്യമാരായ അംബികയും അംബാലികയും സത്യവതിയെ അനുഗമിക്കാൻ തന്നെ തീരുമാനിച്ചു. ആദ്യം സത്യവതി അതിൽ നിന്ന് അവരെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും സ്വപുത്രനായ പാണ്ഡു നഷ്ടപ്പെട്ട അംബാലികയും സ്വപുത്രനായ ധൃതരാഷ്ട്രരും പുത്രന്മാരും ഭാര്യയുമൊക്കെയായി കൊട്ടാരത്തിൽ വസിക്കുന്നതിനാൽ ഇനി നമ്മുടെ ദൗത്യങ്ങളും ഇവിടെ ഇല്ല മാതേ എന്ന് പറഞ്ഞ് നമ്മൾ മാതയെ അനുഗമിക്കാൻ പോവുകയാണ് എന്നറിയിച്ചുകൊണ്ട് സത്യവതിയോടൊപ്പം കാനനത്തിലേക്ക് യാത്രയാവുകയും കാനനത്തിൽ പർണശാല കെട്ടി മൂവരും തപസ്സനുഷ്ഠിക്കുകയും ശിഷ്ടകാലം തപസ്സനുഷ്ഠിച്ച് കാലങ്ങൾക്ക് ശേഷം അവർ ദേഹത്യാഗം ചെയ്ത് മോക്ഷപ്രാപ്തിയിലെത്തുകയും ചെയ്തു. പ്രിയ സജ്ജനങ്ങളെ, ഈ ഭാഗം ഞാൻ ഇന്നിവിടെ നിർത്തുന്നു. തുടർഭാഗങ്ങളിൽ പാണ്ഡവ കൗരവ ബാല്യ ചേഷ്ടകളും അവരുടെ കളി കാലഘട്ടത്തിൽ തന്നെ പരസ്പരമുണ്ടാകുന്ന വൈരങ്ങളും അതിനോട് അനുബന്ധിച്ച് നടക്കുന്ന അനേകം സംഭവ വികാസങ്ങളും പിന്നെ അവരുടെ വിദ്യാഭ്യാസ കാലവും തുടർന്നുള്ള കഥകളും അടുത്ത ഭാഗങ്ങളിൽ പ്രതിപാദിക്കാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.